ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് ഇന്ന് ചോദ്യം ചെയ്തേക്കില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വിജിലൻസ് ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല. തിരുവനന്തപുരത്തും ബംഗളൂരുവിലുമായി ഇതിനോടകം 2 തവണ പോറ്റിയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. സ്വർണം പൂശിയതിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം. ഇത് സംബന്ധിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് വിടാനും സർക്കാർ ആലോചനയുണ്ട്. അതേസമയം സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് ഇന്ന് മാർച്ച് നടത്തും. വിവരങ്ങളുമായി രജിത് ചേരുകയാണ്. രജിത്, നേരത്തെ ഈ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തും ബംഗളൂരുവിലുമായി 2 തവണ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തു. പക്ഷേ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ വെളിപ്പെടുത്തലുകൾ, പുതിയ വെളിപ്പെടുത്തലുകളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വീണ്ടും വിളിപ്പിക്കാനുള്ള ഒരു സാധ്യത തന്നെയല്ലേ മുന്നിൽ കാണുന്നത്? ഒപ്പം കോൺഗ്രസും BJPയും വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങുകയാണ്. തീർച്ചയായും സ്വർണം പൂശുന്നതിനായി തന്നുവിട്ട പാളികൾ അത് ചെമ്പ് പാളികൾ തന്നെയായിരുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയിരിക്കുന്നത്. ദേവസ്വം ബോർഡിൽ നിന്നുള്ള തന്നെ ഏൽപ്പിച്ചുവിട്ട പാളികൾ അത് ചെമ്പ് പാളികൾ തന്നെയായിരുന്നു. എന്നാൽ ഇതിനു മുമ്പും വിജയ് മല്യ ശബരിമലയിൽ സ്വർണം പൂശിയ സമയത്ത് പോലും ഈ സ്വർണം ഈ ദ്വാരപാലക ശില്പത്തിലടക്കം സ്വർണം പൂശിയിരുന്നു എന്ന കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ആ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ അല്ലെങ്കിൽ വീഡിയോകൾ ഉൾപ്പെടെയുള്ളവയിൽ നിന്നും അത് വ്യക്തവുമാണ്. എന്നാൽ ആ സ്വർണം എവിടെ പോയി എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 42 കിലോയോളം ചെമ്പ് പാളിയിൽ ഏകദേശം 50 പവനോളം സ്വർണമാണ് ഈ 2 ദ്വാരപാലക ശില്പങ്ങളിലായി പൂശിയിരുന്നത് വിജയ് മല്യ സ്വർണം സമർപ്പിക്കുന്ന സമയത്ത്. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ഇടയിലാണ് ഈ സ്വർണം പൂശുന്നതിലെ അല്ലെങ്കിൽ സ്വർണം പൂശിയതിലെ പ്രശ്നങ്ങൾ കാണാൻ 2019 പിന്നീട് രണ്ടാമതും ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി നൽകുകയാണ്. അതിനുശേഷം അതിൽ പ്രശ്നങ്ങൾ ഉണ്ടായത്, അതിൽ മാറ്റുകുറവ് അല്ലെങ്കിൽ അതിൽ തകരാറുകൾ സംഭവിച്ച സമയത്താണ് അത് മാറ്റി വീണ്ടും സ്വർണം പൂശുന്നതിനായി ഇപ്പോൾ കൊടുത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ആദ്യം തനിക്ക് സ്വർണം പൂശുന്നതിനായി തന്നത് ചെമ്പ് പാളികൾ തന്നെയാണ് എന്ന കാര്യമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യക്തമാക്കിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ അന്വേഷിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റെ വിജിലൻസ് സംഘം. ദേവസ്വം വിജിലൻസ് ആണ് ഇത് സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുന്നത്. എന്നാൽ ദേവസ്വത്തിന്റെ മാസ്റ്ററിലടക്കം ഇക്കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കാര്യമാണ് വിജയ് മല്യയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. ഇത് സംബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ പക്കൽ രേഖകളുണ്ട്. ആ രേഖകൾ പിടിച്ചെടുത്ത് പരിശോധിക്കണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ദേവസ്വം ബോർഡിന്റെ പക്കൽ തന്നെയുണ്ട്. ഇതിൽ ആരൊക്കെ എങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് കൃത്യമായി മാസ്റ്ററിലടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മാസ്റ്ററിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിരിക്കുന്നത്. വിജിലൻസും ദേവസ്വം ബോർഡ് വിജിലൻസും ഇത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകളും അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. അതേസമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് വിജിലൻസ് കടക്കും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെയും അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിനുള്ള നോട്ടീസ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് അദ്ദേഹത്തെ ചോദ്യം ചെയ്തേക്കില്ല. ഇന്ന് അദ്ദേഹത്തിന് കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടായേക്കും എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ബാംഗ്ലൂരിലും അതുപോലെ തിരുവനന്തപുരത്തുമായി 2 തവണ വീതം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇതിനോടകം തന്നെ വിജിലൻസ് ചോദ്യം ചെയ്യുകയും നേരത്തെ സഹോദരിയുടെ വീട്ടിൽ നിന്നടക്കം സ്വർണ്ണപ്പാളി പീഠം കണ്ടെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് ചെയ്തിരുന്നു. തുടർന്ന് ഇപ്പോൾ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് വിജിലൻസ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവാദങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിലേക്ക് വിടാനുള്ള തീരുമാനവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തിനായാലും വിജിലൻസ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ്. ആവശ്യമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും വ്യക്തത വരുത്തുകയും ചെയ്യാനാണ് വിജിലൻസിന്റെ തീരുമാനം. എന്നാൽ ഇത് സംബന്ധിച്ച വലിയ വിവാദങ്ങളാണ് ഉയർന്നു വരുന്നത്. ആ വിവാദങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നു വരുന്നുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ VD സതീശൻ അടക്കം ഇക്കാര്യത്തിൽ തന്റെ പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അദ്ദേഹം കൃത്യമായി പറഞ്ഞത് ശബരിമല അയ്യപ്പന് പോലും സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ശക്തമായ ഒരു തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ദേവസ്വം ബോർഡിന്റെ തീർച്ചയായും സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഇക്കാര്യത്തിൽ വേണ്ടത്. ഇത്രയും ഏതാണ്ട് 30 കിലോയോളം വരുന്ന സ്വർണം എങ്ങനെ ചെമ്പായി മാറിയെന്നത് ശരിക്കും മാജിക് തന്നെയാണ്. സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്തായാലും ദേവസ്വം വിജിലൻസ് ഇന്നിപ്പോൾ ചോദ്യം ചെയ്തേക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്ത് വരുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കാനുള്ള ആലോചനയും സർക്കാരിന് മുന്നിലുള്ള. രജിതാണ് വിവരങ്ങളുമായി ചേർന്നത്.